ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ പറഞ്ഞു തരട്ടെ. ആ ടൂളിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആവുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയോ? തീർച്ചയായും നന്ദിയുള്ള മനസ്സുള്ള ആളുകൾക്ക് ജീവിതത്തിൽ കൂടുതൽ അവസരങ്ങളും വിജയവും ഒക്കെ ലഭിക്കും. നന്ദി എന്ന് പറയുന്നത് ഒരു മഹത്തായ ധർമ്മം മാത്രമല്ല, മറിച്ച് അത് എല്ലാ ധർമ്മങ്ങളുടെയും മാതാവാണെന്നാണ് മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആളുകളോട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ലഭിച്ചാൽ താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുതും തോന്നുന്ന ഓരോ കാര്യങ്ങളെയും സ്നേഹത്തോടെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലി, ആരോഗ്യം, അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. നിങ്ങൾ നന്ദിയുള്ളവനാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് കൂടുതൽ പോസിറ്റീവ് ആക്കും. അത് നമ്മെ നമ്മുടെ ഗോളിലേക്ക് ആവശ്യമായ ബെറ്റർ ആക്ഷൻസ് എടുക്കാൻ സഹായിക്കും. രണ്ടാമതായി, ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ നന്ദിയോടെ സ്വീകരിക്കുമ്പോൾ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള ഊർജം ലഭിക്കും. മൂന്നാമതായി, നന്ദിയുള്ള ആളുകളിലേക്ക് കൂടുതൽ സപ്പോർട്ടീവും പോസിറ്റീവുമായിട്ടുള്ള ആളുകളെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുകയും അതിനാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. നാലാമതായി, പ്രയാസമുള്ള സമയത്തും മനഃശക്തിയോടെ മുന്നോട്ട് പോകാൻ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായി, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. ദിവസവും നമുക്ക് ലഭിച്ച അനുഗ്രഹം എഴുതി അതിന് നന്ദി പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. രണ്ടാമതായി, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് താങ്ക് യു പറയുക. അവർ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ സഹായങ്ങൾക്ക് പോലും താങ്ക് യു പറയുക. മൂന്നാമതായി, ചെറിയ ചെറിയ വിജയങ്ങൾ പോലും അപ്രീഷിയേറ്റ് ചെയ്യുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുക. നാലാമതായി, നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ, ഉദാഹരണത്തിന് സൂര്യൻ, വെള്ളം, നമ്മുടെ ശരീരത്തിലെ ഓരോ ബോഡി പാർട്ട്, അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് അതിനൊക്കെ നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു ശീലം മാത്രമാണ്, പക്ഷെ അതിന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മഹത്വത്തിന്റെ അടയാളമാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കാം. താങ്ക് യു.